PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം പുനഃപരിശോധിക്കാനുള്ള സർക്കാർ തീരുമാനം CPIയുടെ രാഷ്ട്രീയ വിജയമാണെന്ന് കണക്കുകൂട്ടുന്നു. മുന്നണിയുടെ രാഷ്ട്രീയ നയത്തിൽ നിന്ന് വ്യതിചലിക്കാൻ അനുവദിക്കില്ല എന്ന സമ്മർദ്ദം വിജയം കണ്ടതോടെ മുന്നണിയിലെ തിരുത്തൽ ശക്തി എന്ന ഖ്യാതി വീണ്ടെടുക്കാനും CPIക്ക് കഴിഞ്ഞു. ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ CPI സംസ്ഥാന നേതൃത്വം പ്രകടിപ്പിച്ച ഐക്യവും പ്രധാന പങ്ക് വഹിച്ചു. നാടൻ ഭാഷാശൈലിയായി കണക്കാക്കിയാൽ പോലും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പുച്ഛം ഈ ചോദ്യത്തിന് CPI ഉത്തരം നൽകി കഴിഞ്ഞു. പാർട്ടിയുടെ വലിപ്പത്തിലല്ല നിലപാടിലാണ് കാര്യമെന്നാണ് CPI നൽകുന്ന ഉത്തരം. PMC പദ്ധതിയിലെ ധാരണാപത്രത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പറഞ്ഞിരുന്ന CPIയും സർക്കാരും നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയതോടെ ആ ഉത്തരത്തിന് കൂടുതൽ തിളക്കം കൈവന്നിരിക്കുന്നു. CPIഎമ്മിൻ്റെ ഏറാൻ മൂളികളാണെന്ന് വിമർശനമേറ്റിരുന്ന CPI നേതൃത്വത്തിന് PMC പദ്ധതിയിലെ വിജയം ആശ്വാസകരമാണ്. പക്ഷതാൽപര്യങ്ങൾ മാറ്റിവെച്ച് നേതൃത്വം ഒറ്റക്കെട്ടായി നിന്നതാണ് സർക്കാരിനെ മുട്ടുകുതിക്കുന്നതിൽ നിർണായകമായത്. ധാരണാപത്രം മരവിപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചതും സർക്കാർ കത്തരണമെന്നാവശ്യപ്പെട്ടതും ദേശീയ സെക്രട്ടറി അംഗമായ K പ്രകാശ് ബാബുവാണ്. അത് ശരിവെച്ച സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം MEBയുമായുള്ള ചർച്ചകളിലൂടെ പാർട്ടിക്ക് വിജയമവകാശപ്പെടാവുന്ന സമവായ ഫോർമുല നേടിയെടുത്തു. പൂരം കലക്കൽ, ബ്രൂവറി, വോട്ട് ചോരി തുടങ്ങിയ വിഷയങ്ങൾ CPIഎമ്മിന് മുന്നിൽ അടിയറവ് പറഞ്ഞ വിമർശനം PMCയിലൂടെ ഇല്ലാതാക്കാൻ CPI സംസ്ഥാന നേതൃത്വത്തിനായി. ദേശീയ നേതൃത്വത്തിൻ്റെ ഉറച്ച പിന്തുണയും സംസ്ഥാന നേതൃത്വത്തിന് തുണയായി. ഇടത് രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഇടപെടലിലൂടെ മുന്നണിയിലെ തിരുത്തൽ ശക്തിയാണ് CPI എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. പാർട്ടി നിലപാട് വിജയം കണ്ടെങ്കിലും ക്രെഡിറ്റ് അവകാശപ്പെടാതിരിക്കാനുള്ള രാഷ്ട്രീയ പക്വതയും CPI നേതൃത്വം കാട്ടി. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.